ഹായ് 20,000 താഴെ ഒരു ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ റേഞ്ചിലത്തെ ഏറ്റവും ബെസ്റ്റ് ഫോൺ ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണം. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. കാരണം 20,000 താഴെ വരുന്ന ബെസ്റ്റ് ഫോണുകളിൽ ഒരു ഫോണായ മോട്ടോ G71 ഇന്ന് പരിചയപ്പെടുന്നത്. എന്തുകൊണ്ട് ഇത് ബെസ്റ്റ് ഫോണാവുന്നു നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. മോട്ടോ G71. സോ മോട്ടോ G71 ബോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല നീറ്റായ ഒരു ബോക്സ് തന്നെയാണ്. യൂഷ്വലി മോട്ടോയുടെ ബോക്സ് ഇങ്ങനെ തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. മുകളിൽ തന്നെ ഫോൺ ഉണ്ട്. നമുക്ക് ഫോൺ ജസ്റ്റ് ഒന്ന് നോക്കാം, എന്നിട്ട് ബോക്സിലെ ആക്സറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ഡീസൻ്റ് ആയ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ തന്നെയാണ്. കാണുമ്പോൾ തന്നെ ഒരു നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കയ്യിൽ പിടിക്കുമ്പോൾ അങ്ങനെ ഹെവി വെയിറ്റ് ഒന്നും തോന്നുന്നില്ല കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആയ ഫോണാണ്. 179 ഗ്രാം മറ്റൊക്കെയാണ് കമ്പനി പറയുന്ന വെയിറ്റ്. ആ ഒരു റേഞ്ച് വെയിറ്റേ ഉള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആയ ഫോണാണ്. കംഫർട്ടബിൾ ആയ ഒരു ഫോണാണ്. 8.4 mm ആണ് ഇതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഓവർ വെയിറ്റോ കാര്യങ്ങളോ ഇല്ല. നല്ല സ്ലിം ആയ ഒരു ഫോൺ. സോ ഒരു നല്ല ഫോൺ കയ്യിൽ കിട്ടിയിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോക്സിനകത്ത് കുറച്ച് ഡോക്യുമെന്റേഷനും സിമജറ്റ് ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൂടാതെ ഒരു ചാർജർ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. 5000 mAh ബാറ്ററിക്ക് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്തെടുക്കാം. ബാറ്ററി ലൈഫും നല്ലോണം ഉണ്ട്. ഒരു ദിവസമല്ല, 6nm പ്രോസസ്സറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസം വരെയൊക്കെ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ബാറ്ററി ലൈഫിൽ ഇഷ്യൂസ് ഇല്ല കേട്ടോ. ചാർജിങ് കേബിൾ വന്നിട്ട് ടൈപ്പ് സി കേബിളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാം. സോ ഇത്രയുമാണ് ബോക്സിൽ വരുന്നത്. ബോക്സ് കണ്ടന്റ് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് വരാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? നല്ലൊരു ഡിസൈൻ ആയിട്ടുണ്ടോ? നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ടേസ്റ്റിന് ഇത് മാച്ച് ആവും. എന്തായാലും ഒരു ഓവർവ്യൂ നോക്കാം. റിയർ സൈഡിൽ ഈ മോട്ടോ ലോഗോ ഉള്ള റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ. ഈ റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ വേണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് സൈഡ് മൗണ്ടഡോ അല്ലെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറോ ഒക്കെയാണ്. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറയാണ്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, പിന്നെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ തന്നെ ഡെപ്ത് സെൻസർ ആയിട്ടും വർക്ക് ചെയ്യുന്നു. പിന്നെ ഏറ്റവും താഴെ മാക്രോ സെൻസറും ഉൾപ്പെടുന്നുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. താഴത്തെ സൈഡിൽ നമുക്ക് സ്പീക്കർ ഗില്ല്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, 3.5 mm ഹെഡ്ഫോൺ ജാക്ക്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ് വരുന്നത്. ഡുവൽ നാനോ സിം ആണ്. മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, അതേപോലെ ഗൂഗിൾ അസിസ്റ്റന്റ് ബട്ടൺ. ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ വരുന്നുണ്ട്. സോ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഓവറോൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ട്രിപ്പിൾ കരിയർ അഗ്രിഗേഷനുമായിട്ടാണ് വരുന്നത്. അതായത് ഈവൻ നെറ്റ്വർക്ക് റേഞ്ച് കുറവുള്ള ഏരിയകളിലാണെങ്കിലും അത് എന്തെങ്കിലും തരത്തിൽ നെറ്റ്വർക്ക് പിടിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ ആ രീതിയിൽ നെറ്റ്വർക്ക് പിടിച്ച് നല്ല രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് റിസപ്ഷൻ നിങ്ങൾക്ക് തരും. സോ നെറ്റ്വർക്ക് റേഞ്ച് കുറവൊക്കെയുള്ള ഏരിയകളിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ പ്രിഫർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ 5Gയുടെ കാര്യം നോക്കിയാൽ 13 5G ബാൻഡുകൾ വരുന്ന ഫോണിൽ ഡുവൽ സിം, ഡുവൽ 5G ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ നിങ്ങളൊരു വർഷങ്ങൾക്ക് ഒരു 2-3 വർഷത്തേക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഒരു ഫോൺ എടുക്കുവാണെങ്കിൽ ഇനി അങ്ങോട്ട് 5G വന്നാലും വിഷയമല്ല. ഡുവൽ സിമ്മും 5G സപ്പോർട്ട് ചെയ്യും. 13ഓളം 5G ബാൻഡുകളുണ്ട്. ഒരു ഇഷ്യൂസ് നെറ്റ്വർക്ക് റിസപ്ഷൻ്റെ കാര്യത്തിൽ വരാനേ പോകുന്നില്ല. ട്രിപ്പിൾ കരിയർ അഗ്രിഗേഷൻ അടക്കം. ഡിസ്പ്ലേ ഒരു നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 6.4 ഇഞ്ച് വരുന്ന ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കറാണ്. ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗുഡ് ക്വാളിറ്റി സൗണ്ട് ആണ്. വിഷ്വലും നല്ല ക്വാളിറ്റി ഉണ്ട്. യാതൊരു ഇഷ്യൂസും നമുക്കതിൽ പറയാൻ തോന്നുന്നില്ല. 90 Hz ഇല്ല, 60 Hz ഉള്ളൂ. 90 Hz കൂടിയ റീഫ്രഷ് റേറ്റ് ഒന്നുമില്ല, 60 Hz ഉള്ളൂ. സോ ഇപ്പോഴത്തെ ഫോൺ ഒരു 20,000 രൂപ റേഞ്ചിലേക്ക് വരുമ്പോൾ ഒരു 90 Hz, 120 Hz ഇല്ലെങ്കിലും ഒരു 90 Hz എങ്കിലും ഒരു പവർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് തോന്നുന്നു. 700 നിൻ്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇതിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ പ്രൈസ് ആദ്യം തന്നെ പറയാം. 18,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇപ്പോൾ ICICI കാർഡിൽ മറ്റൊക്കെ ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഓഫറും കൂടി നോക്കിയാൽ 18,250 ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങിക്കാം. ആ പ്രൈസിന് ഇതിൽ വരുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 695 ആണ്. അതായത് 20,000 മുകളിൽ ചില ഫോണുകളിൽ നമ്മൾ കാണുന്ന സ്നാപ്ഡ്രാഗൺ 750 ഒക്കെ ഉണ്ടല്ലോ, അതിനേക്കാൾ ബെറ്റർ ആണ് ഈ 695. സീരീസ് നമ്പർ നോക്കണ്ട, ഇത് കുറേ കൂടി പവർഫുൾ ആയ ഒരു സെറ്റപ്പാണ്. ഡയമൻസിറ്റി 800 UHD ഈ റേഞ്ചിൽ തന്നെ മറ്റ് പല ബ്രാൻഡുകളുടെയും ഫോണുകളുണ്ട്. ബട്ട് അതിനേക്കാൾ മികച്ച പ്രോസസ്സറാണ് 695. സോ ഈ റേഞ്ചിലെ തന്നെ ഏറ്റവും മികച്ച 5G ഫോണായിട്ട് നമുക്ക് ഈ ഫോണിനെ കരുതാം. നല്ല പെർഫോമൻസ് ഉള്ള ഒരു 5G ഫോൺ ഈ റേഞ്ചിൽ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിൽ നമുക്ക് നോക്കാം. വിത്ത് ഈ പറയുന്ന തരത്തിൽ എല്ലാ 5G ബാൻഡുകളും ഉൾപ്പെടുന്ന ഒരു സെറ്റപ്പുള്ള 5G ഫോൺ ഇത്രയും പവറിൽ വേറെ ഇല്ല എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. LPDDR4X റാമും UMCP സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 6GB റാം 128GB സ്റ്റോറേജ് ആണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. റാം ബൂസ്റ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരു 1.5GB റാം ഒക്കെ വേണമെങ്കിൽ സ്റ്റോറേജിനടുത്ത് ആഡ് ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ BGMI ഒക്കെ നമുക്ക് സ്മൂത്ത് അൾട്രാ വരെയിട്ട് കൊണ്ട് കളിക്കാം. അത് നൈസായിട്ട് തന്നെ കളിക്കാം. വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്.
അതേസമയം എക്സ്ട്രീം ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് കരുതാം. ബട്ട് അൾട്ര എന്ന് പറയുന്ന ഉള്ള സെറ്റിംഗ്സിൽ നമുക്ക് ഈ കാണുന്ന രീതിയിൽ വളരെ ഡീസൻ്റായിട്ട് ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും ഗെയിമിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് തോന്നിയില്ല. ഈ ഒരു പ്രൊസസ്സർ അത്യാവശ്യം ഗെയിം കളിക്കാൻ പറ്റിയ നല്ല പ്രൊസസ്സർ തന്നെയാണ്. ഈ റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച പ്രൊസസ്സറുകളിൽ ഒന്നായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താം. പിന്നെ പെർഫോമൻസിനൊപ്പം തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നുമില്ല. ഇതിൻ്റെ UI വന്നിട്ട് ആൻഡ്രോയിഡ് 11 ബേസ്ഡ് മൈ UX ആണ്. അതായത് സ്റ്റോക്ക് ആൻഡ്രോയിഡ്, നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. വേറെ ബ്ലൂടൂത്ത് വയേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരു നല്ല ഫോൺ. തിങ്ക് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സെക്യൂർഡായ ഒരു നല്ല ഫോൺ എന്ന് പറയാം. അതിൻ്റെ ഒപ്പം തന്നെ 2 ഇയർ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 12ലേക്ക്, ഇതിപ്പോൾ ആൻഡ്രോയിഡ് 11ലാണ്, ആൻഡ്രോയിഡ് 12ലേക്ക് ഷുവറായ അപ്ഗ്രേഡും കാര്യങ്ങളും അവർ ഉറപ്പ് തരുന്നുണ്ട്. ക്യാമറ വന്നിട്ട് 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. ഒരു നല്ല ക്വാളിറ്റി ക്യാമറയുള്ള മോട്ടോ ഫോൺ എന്ന് ഞാൻ ഇതിനെ പറയും. നിങ്ങൾക്ക് ഇവിടെ കാണാം ക്യാമറ സാമ്പിൾസ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു ക്യാമറ സാമ്പിൾസ്. അതുകൊണ്ട് ആദ്യം തന്നെ നല്ല ക്വാളിറ്റി എന്ന് ഞാൻ പറഞ്ഞത്. നല്ല ഇമേജ് ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. വൈഡ് ആംഗിൾ ഇമേജുകളാണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഓവറോൾ ഇതിൻ്റെ ക്യാമറ ഇമേജുകൾ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് തന്നെയാണ്. ഫുൾ HD 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ മാക്സിമം റെക്കോർഡിംഗ് കപ്പാസിറ്റി. 4K വരുന്നില്ല എന്നുള്ളത് ഇച്ചിരി നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം. ബട്ട് ഉള്ള ഫുൾ HD നല്ല ക്വാളിറ്റിയാണ്. ഡുവൽ ക്യാപ്ചർ പോലുള്ള സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരുമിച്ച് ഷൂട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള സംവിധാനങ്ങൾ. അതിലും നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടു നോക്കൂ, നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക അത് നന്നായിട്ടുണ്ടോ എന്നുള്ള കാര്യം. സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് ഓവറോൾ ഇതിൻ്റെ സെൽഫി ക്യാമറ ആണെങ്കിലും മെയിൻ ക്യാമറ ആണെങ്കിലും ഇമേജിലും വീഡിയോസിലും ഒക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് റിസൾട്ട് തരുന്നുണ്ട്. സെൽഫി ക്യാമറ ഇമേജ് സാമ്പിളുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. രണ്ടായാലും വീഡിയോ ആയാലും ഫോട്ടോ ആയാലും എന്ത് കാര്യത്തിലായാലും ഇവർ ഓവറോൾ ഗുഡ് ക്വാളിറ്റി ഇത്തവണ ഈ ഒരു ഫോണിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 4K കൂടി ഉണ്ടാവാമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു ചെറിയ ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുകയാണ് ക്യാമറയുടെ ഭാഗത്ത്. അതേപോലെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളിത് ഈ കാണുന്ന തരത്തിൽ ഇതിൻ്റെ സെൽഫി ക്യാമറയും മെയിൻ ക്യാമറയും ഒക്കെ നമുക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് തരുന്നുണ്ട്. ഇമേജ് ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. ഓവറോൾ ഡീസൻ്റായ സെറ്റപ്പിലാണ് ഇതിൻ്റെ ക്യാമറ. അത് ഏത് ലൈറ്റിംഗ് സിറ്റുവേഷനിലാണെങ്കിലും പെർഫോം ചെയ്യുന്നത്. വീഡിയോ ക്വാളിറ്റി കൂടി കണ്ടു നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. സോ നല്ല ലൈറ്റൊക്കെ ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നമുക്ക് തരാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഐഡിയ ആയല്ലോ. ഓഡിയോ ക്വാളിറ്റിയും കേട്ട് മനസ്സിലാക്കാട്ടോ. ഹായ്, ഇത് മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ട് വീഡിയോ? നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയാണ് മെയിൻ ക്യാമറ നമുക്ക് തരാൻ പോകുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ, ഇതിൻ്റെ റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറിൻ്റെ പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസിൽ യാതൊരു വിധത്തിലുള്ള അപാകതകളും ഇല്ല, പെർഫെക്റ്റ് ആണ്. ഫേസ് അൺലോക്കിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. യാതൊരു ഇഷ്യൂസും ആ ഭാഗങ്ങളിലും കാണാനില്ല. NFC പോലുള്ള സംവിധാനങ്ങളുണ്ട്, ബ്ലൂടൂത്ത് 5.0 പോലുള്ള സംവിധാനങ്ങളുണ്ട്, തിങ്ക് ഷീൽഡിന്റെ സെക്യൂരിറ്റി വരുന്നുണ്ട്, IP52 വാട്ടർ റെസിസ്റ്റന്റ് സംവിധാനങ്ങൾ വരുന്നുണ്ട്, OTG സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വൈഫൈ കോളിംഗ് പോലുള്ള കാര്യങ്ങളുണ്ട്, വൈഡ് ബൈ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. സോ നെറ്റ്ഫ്ലിക്സിൽ നിന്നോ ആമസോണിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഫുൾ HDയിൽ തന്നെ കണ്ടന്റുകൾ സ്ട്രീം ചെയ്ത് കാണാം. ക്യാമറ ടു API ലെവൽ 3 തന്നെ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കർ ഒന്നുമില്ല, സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ബട്ട് ഗുഡ് ക്വാളിറ്റി, ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഗുഡ് ക്വാളിറ്റി സ്പീക്കറാണ്. ഓവറോൾ ഈ ഫോൺ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20,000 താഴെ നിങ്ങൾ 2-3 വർഷമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നല്ല നെറ്റ്വർക്ക് റിസപ്ഷനൊക്കെ ഉള്ള 5G ഒക്കെ ഗ്യാരണ്ടി തരുന്ന ഒരു നല്ല ഫോൺ നോക്കുന്നുവെങ്കിൽ, ഏറ്റവും നല്ല പെർഫോമൻസിൽ നിങ്ങൾ നോക്കുന്നുവെങ്കിൽ, ഈ റേഞ്ചിൽ പല ഫോണുകളും 5G ഓഫർ ചെയ്യുന്നുണ്ട്. ബട്ട് അപ്പോൾ പെർഫോമൻസ് വളരെ കുറയാറുണ്ട്. ബട്ട് ഈ ഫോണിൽ ഏറ്റവും നല്ല പെർഫോമൻസിൻ്റെ ഒപ്പം 5G ഗ്യാരണ്ടി, 13 ബാൻഡ്, അതേപോലെ ഡുവൽ സിം 5G പോലുള്ള സംവിധാനങ്ങളുണ്ട്, ഗുഡ് ക്വാളിറ്റി ഡിസ്പ്ലേ ഉണ്ട്. ആകെപ്പാടെ എനിക്കിതിനകത്ത് 1-2 ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാൻ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്പ്ലേ വന്നിട്ട് 60 Hz ഉള്ളൂ, 90 Hz ഉണ്ടാവാമായിരുന്നു. ഫിംഗർ പ്രിന്റ് സെൻസർ പുറകിൽ വെച്ചിരിക്കുന്നു, അത് സൈഡിൽ വെക്കാമായിരുന്നു. ഇതുപോലത്തെ ചെറിയ 1-2 കാര്യങ്ങൾ മാത്രമാണ് എനിക്കൊരു പോരായ്മയായിട്ട് പറയാൻ തോന്നിയുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും പറയാം. 20,000 താഴെ ഒരു ബെസ്റ്റ് ഫോൺ പറയാൻ പറഞ്ഞാൽ 2-3 വർഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, ഒരു നല്ല ക്വാളിറ്റി പെർഫോമൻസും നല്ല ഡിസ്പ്ലേയും ഒക്കെ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഞാൻ ഇത് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും. കാരണം ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആണ് ഇതുവരെ എനിക്ക് തന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പർച്ചേസ് ചെയ്യാനും മറ്റുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.